നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി നാടകാചാര്യൻ ബെർലിൻ ഫെർണാണ്ടസ് അന്തരിച്ചു. ആത്മാവിന് നിത്യശാന്തിനാഥവും. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന രാജീവ് ഗാന്ധിയുടെ ചരമദിന വാർഷികം. ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തിനാഥവും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം നമ്മുടെ മാതൃഭാഷയുടെ നാശമാണ്. അതിനു മുൻപായിട്ട് ചില ആനുകാലിക സംഭവങ്ങൾ പറയാം. അത് ഈ പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ വാദിക്കുന്ന ചില ബുദ്ധിജീവികളുണ്ട്. 25% ഈഴവർക്ക് അവർക്ക് ആനുകൂല്യം കിട്ടിയില്ല, പിന്നോക്ക വിഭാഗങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുടെ കാര്യം ന്യായമാണത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് പബ്ലിക് സർവീസ് കമ്മീഷന് കിട്ടുന്ന റേഷ്യോ അല്ലെങ്കിൽ സംവരണ വിഹിതമല്ല, ഇത് പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമാണ്. 85% വോട്ടും 85% വോട്ടും LDFന് കൊടുത്തതിന് ശേഷം ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് മന്ത്രിസ്ഥാനം MLA സ്ഥാനം വേണമെന്ന് പറയുന്ന പിന്നോക്ക ബുദ്ധിജീവികളും ഗുരുദേവൻ്റെ ആശ്രമത്തിലെ ആൾക്കാരും വെള്ളാപ്പള്ളിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റ് സമുദായം, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവർ 97% വോട്ടും ഇത്തവണ UDF ഇരിക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, 4 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 വോട്ട് മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളല്ലാത്തവരുടെ ഒരു വോട്ടാണ് കിട്ടിയിരിക്കുന്നത് UDFന്. ഇത് സതീശൻജിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എങ്ങനെ ബാക്കിയുള്ള വോട്ടുകൾ നല്ല ശതമാനം LDFന് പോയി, കുറച്ച് BJPക്ക് പോയി. അതുകൊണ്ടാണ്. അപ്പോൾ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് വിഹിതം വഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അപാകതയുണ്ട്. നിങ്ങൾ PSCക്ക് അപ്ലൈ ചെയ്തിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സംവരണം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംവരണം ഇല്ല ഇവിടെ. പക്ഷെ ഒരു ഏകദേശം ഒരു രീതിയിലുണ്ട്. ആ രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇതങ്ങനെയല്ലോ. അത് മനസ്സിലാക്കാതെ ബുദ്ധിജീവികളെന്ന് അഭിനയിക്കുന്ന പിന്നോക്ക ചിന്തകന്മാരെ, ബുദ്ധിജീവികളെ മണ്ടത്തരം പറയുന്നൊരു അതിര് വേണം. ഞാനൊരു പിന്നോക്കൻ്റെ ചിന്തയിൽ പോലും പിന്നോക്കാവസ്ഥയെന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ്. എത്ര വന്നാലും ഇവിടുത്തെ സവർണ വിഭാഗത്തോടൊപ്പം ബുദ്ധിയിൽ വിജയിക്കാൻ സാധാരണ പിന്നോക്കന് സാധിക്കില്ല. അസാധാരണ അയ്യങ്കാളി അല്ലെങ്കിൽ അംബേദ്കറൊക്കെ അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. അതൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ്. അതൊരു സ്ഥിരമായി പറയാൻ പറ്റില്ല. അതുപോലെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായർ സാറോടും അല്ലെങ്കിൽ ഫാദർ സഭ നേതൃത്വത്തോടും വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും പറയട്ടെ. മുസ്ലിം ലീഗ്, ഞാൻ എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ വാക്ക് ഉപയോഗിക്കുന്ന, മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല, നിരന്തരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നതാണ്. ആകട്ടെ, അവർ രാഷ്ട്രീയമായി സംഘടിച്ച്, അത് ജാതി രാഷ്ട്രീയ സംഘടിച്ച് തെറ്റാണെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്, സംഘടിച്ച് വോട്ട് കിട്ടി കുറച്ച് സീറ്റ് കിട്ടി വരുമ്പോൾ അവർ രാഷ്ട്രീയത്തിൽ ചില കാര്യം ഡിമാൻഡ് വയ്ക്കുകയും നേടിയെടുക്കുകയും അവർ അഭിപ്രായം പറയുമ്പോൾ, രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത വെറും സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനയായ, സാമൂഹ്യ സംഘടനയായ NSS SNDP രാഷ്ട്രീയത്തിൽ ഇതുപോലെ വന്ന് ആ ഒരു അഭിപ്രായം ബന്ധാവകാശം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അത് നിങ്ങൾക്ക് വേണമെന്ന് അറിയാം, അല്ല മറ്റാൾക്ക് കൊടുക്കുന്നതല്ല. നിങ്ങൾ കാര്യം ചെയ്യുന്നത്, ഞാൻ സഭയോട് പറയാം, നിങ്ങൾ ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക. സഭക്ക് നല്ല കഴിവുണ്ടല്ലോ, പണമുണ്ടല്ലോ, സഭ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക. എന്നിട്ട് മത്സരിക്ക്, നേരെ MP-മാരുണ്ടാക്കുക, MLA-മാരുണ്ടാക്കുക. അത് വെള്ളാപ്പള്ളി പാർട്ടി SRP സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ കർണാടക കാലത്ത്. 2 മന്ത്രിമാർ ഉണ്ടായിരുന്നു, 4-5 MLA-മാരുണ്ടായിരുന്നു. SNDP NDP നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ആ NDP ഉണ്ടായിരുന്നു. അവർക്ക് മന്ത്രി, കർത്താവ് സാറൊക്കെ മന്ത്രിയായിരുന്നു. ആലപ്പുഴ ഭാസ്കരൻ മന്ത്രിയായിരുന്നു. 3-5 MLA വേണ്ടേ. അവർക്ക് എന്ത് പറ്റി? ഇനി കഴിഞ്ഞതൊക്കെ പോട്ടെ, നിങ്ങൾ പാർട്ടി ഉണ്ടാക്കുക. ജാതി അടിസ്ഥാനത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയല്ലോ. കാളൂർമ മുതൽ നായാടി മുതൽ നമ്പൂരി വരെ ഉണ്ടാക്കി പാർട്ടി ഉണ്ടാക്കിയല്ലോ. SJDS JDS എന്നിട്ട് എവിടെ പോയി?
കെട്ടിവെച്ച് കാശ് കിട്ടിയ സ്ഥലം കിട്ടുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി സാറേ, സുകുമാരൻ നായർ സാറേ. നിങ്ങൾക്ക് സമൂഹത്തിന് മാന്യതയുണ്ട്, ഒരു വിലയുണ്ട്. അത് നിങ്ങൾ കളഞ്ഞു പൊളിച്ച് നിങ്ങൾ ഈ ലീഗിനെ വിമർശിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി നിങ്ങൾ അധികാരത്തിൽ വരുമോ? തുറന്നു കിടക്കല്ലേ വാതില്. നിങ്ങളിതിന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റേക്ക് മറിയ പോണത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇതിലും മുന്നണി ചേരാമല്ലോ. BJP മുന്നണിയിലോ കോൺഗ്രസ് മുന്നിലോ കമ്മ്യൂണിസ്റ്റ് മുന്നിലോ ചേർന്ന് നിങ്ങൾക്ക് ഇതുപോലെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ഭരിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇലക്ഷൻ നേരിടണം, അല്ലെങ്കിൽ മിണ്ടായിരിക്കണം. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പാടുന്നുണ്ട്. നിസ്സാരങ്ങൾ കഴിഞ്ഞ 10 വർഷം ഭരണമില്ലാതെ മുസ്ലിം ലീഗ് പിടിച്ച് നിസ്സാര കാര്യമല്ല, അത് കോൺഗ്രസ് പിടിച്ച് നിസ്സാര കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ചൂഷണം ചെയ്ത് അധികാരം നേടുമ്പോഴല്ല, സ്വന്തം പാർട്ടിയുടെ ഉത്തരവാദിത്തമുണ്ട്, അത് ചെയ്യണം. മറക്കരുത കാര്യത്തിൽ. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഈ സഭയൊക്കെ ഉപദേശിക്കുക, ലത്തീൻ സഭ എന്നൊരു പിന്നോക്ക സഭയാണ്, മുന്നോക്ക സഭയല്ല. പിന്നോക്ക സഭയൊക്കെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ ആരും ഇല്ല എന്ന രീതിയിൽ സഭയൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ എന്ത് അർത്ഥശൂന്യമാണെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാകണ്ട. ലത്തീൻ കത്തോലിക്ക സഭ പറഞ്ഞാൽ വിൻസെൻ്റ് അല്ലെങ്കിൽ ലത്തീൻ സഭയ്ക്ക് വേണം പിന്നെന്താണ് മത്സ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിർ അർത്ഥത്താണ് അവർക്ക്. അല്ലെങ്കിൽ ബാക്കിയുള്ള നീതി ലഭിക്കില്ല എന്നല്ലേ? നീതി ലഭിക്കില്ല, മറ്റൊരു മന്ത്രിയായി കഴിഞ്ഞ് നീതി ലഭിക്കില്ല തോന്നിയ പിന്നെ ആ ഭരണം തന്നെ തെറ്റല്ലേ? അതൊരു രാജ്യദ്രോഹ കുറ്റമല്ലേ? തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അത് ഇന്നയാൾക്ക് മന്ത്രി കൊടുത്താൽ പറ്റില്ല, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ആ ഞങ്ങളിൽ മാത്രം വിശ്വാസവും മറ്റുള്ള വിശ്വാസം ഇല്ലെന്നാവില്ല, അത് രാജ്യദ്രോഹ കുറ്റമല്ലേ? എന്ത് നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ മിണ്ടാത്തത്? എന്ത് ചൊറിഞ്ഞാലും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ മിണ്ടില്ല, അധികാരത്തെ പിറകെ എടുക്കും. അന്തസ്സുണ്ടെങ്കിൽ സതീശൻ പറയണ്ടേ, തിരുമേനിയല്ലേ സഭ നേതൃത്വമേ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഒരു തിരഞ്ഞെടുത്ത ജനകീയ ഭരണമാണ്, മന്ത്രിസഭയാണത്, അല്ല ഓട് വിളിച്ചു വന്നല്ല. അതിൽ ഞങ്ങൾ തീരുമാനിക്കും, അത് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ആവശ്യപ്പെടാം, ഒരു തെറ്റുമില്ല. ജനകീയ മന്ത്രിസഭയാണ്, ജനകീയ സ്ഥാനമാണ്, ലത്തീൻ കത്തോലിക്ക് ഇന്ന സഹായം വേണം എന്ന് മന്ത്രിമാരോടോ അധികാരികളോട് പറയാൻ ഒരു തെറ്റുമില്ല. ഇന്നയാൾക്ക് കൊടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? പറയൂ. അപ്പം എന്നാൽ എന്ത് ചെയ്താലും ഒരു ചോദിക്കാൻ ആളില്ല, ഞങ്ങൾ പറയുന്നത് നടക്കൂ, അതൊന്നും വേണ്ട. അതിന് ഏക തടസ്സമായി നിൽക്കുന്നത് ഞാൻ പറയും, ഈ മണ്ടൻ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിമിൻ്റെ പേര് മാറ്റാത്തതുകൊണ്ടാണ് ഈ നാണക്കേട് ഈ അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത്. ആ തൊടുപുഴയിൽ അങ്ങനെ സാംസ്കാരിക സംഘ നേതാക്കൾ ചില മോശം പറഞ്ഞു, നമ്മളത് മൗനം വിദ്വാന് ഭൂഷൺ മിണ്ടായിരിക്കട്ടെ, അതിന് പ്രതികരിക്കാൻ പറ്റൂ. നിങ്ങൾ നേതാക്കൾ അറിയാതെ പറയില്ലല്ലോ, എന്നിട്ട് കമ്മിറ്റി പിരിച്ചു വിട്ടു, അതിലൊക്കെ എന്താ കാര്യമുള്ളേ? അവർ കുരക്കം പെട്ടി കടിക്കണല്ലോ, അവരൊക്കെ കുരക്കട്ടെ, നിങ്ങളും മിണ്ടരുത്. ഇപ്പം നിങ്ങൾ ഒട്ടും മിണ്ടരുത്, കാരണം നിങ്ങൾ അധികാരത്തിലാണ്, ഭരിക്കുകയാണ്, നിങ്ങളുടെ വാക്കിന് വിലയുണ്ട്. വെള്ളാപ്പള്ളി പറയുമ്പോൾ വായുപോയ കോടാലിയല്ല മുസ്ലിം ലീഗ് മന്ത്രിമാരൊക്കെ പറയുമ്പോൾ വിലയുണ്ട്. അവിടെ നിങ്ങളും നിങ്ങളുടെ അനുയായികളും വളരെ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ. വായിൽ നിന്ന് പോയ വാക്കും കൈവിട്ട് ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ വായു പോർന്ന് വിളർന്നിരിക്കുകയാണ്, എങ്ങനെയും പിടിച്ചെടുക്കാൻ വേണ്ടി BJP ഗ്രൂപ്പും അത് എല്ലാ സന്നാഹവും കാണിക്കുന്നുണ്ട്. ഒരു ന്യായമില്ലാത്ത രീതിയിൽ വർഗീയത പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് ആദ്യമായിട്ട് നിങ്ങൾ കാര്യം ചെയ്യണം, ആ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ ധാരയിൽ വരും മുസ്ലിം നേതാക്കളെ. ഇനി ഏത് കാലത്താണ് സംഭവം? ചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത വിഷയം പറയുമ്പോൾ എന്താണെന്ന് പറയാം. അപ്പോൾ ദയവ് ചെയ്ത് മുസ്ലിം എന്ന പേര് മാറ്റണം. മുഖ്യമന്ത്രിയുടെ അതും ഇങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആൾ അനാവശ്യം അല്ലെങ്കിൽ അത്തശ്ശിയുടെ മന്ത്രിസഭയെ ചോദ്യം ചെയ്താൽ നിങ്ങൾ പ്രതികരിക്കണം, ചോദിക്കണം, നിങ്ങൾ അഭിപ്രായം പറയണം. ഒന്ന് ചോദിക്കട്ടെ, സതീഷിന് എത്രയും ഡിഗ്രിയൊന്നും ഇല്ലെങ്കിലും മൊയ്തീൻ ഷാ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസമുള്ള, അത് പറയും. എനിക്കത്ര നിങ്ങളെപ്പോലെ വലിയ ആളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യട്ടെ, തിരഞ്ഞെടുത്ത മന്ത്രിസഭ രൂപീകരിച്ചിട്ട് അതിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു വകുപ്പ് വെച്ചാൽ അത് പറ്റില്ല, ആൾ കൊടുക്കാൻ പറ്റില്ല പറയാം. ഈ സഭയ്ക്ക് അധികാരം, നിങ്ങളെ അധികാരത്തെ ചോദ്യം ചെയ്യല്ലേ, നിങ്ങൾ ചോദിക്കട്ടെ. അതിന് നിങ്ങൾ എന്താ ചെയ്തത്? രഹസ്യമല്ലേ ചെന്ന് കീഴ്പ്പെട്ടു. അതായത് നാർക്കോട്ടിക് ചെയ്യാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മുസ്ലിം തീവ്രവാദികൾ അരമനയിലേക്ക് ജാഥ അയച്ചു, അത് തെറ്റെൻ്റെ ഒരു സംശയമില്ല കാര്യത്തില്ല. അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ സർക്കാർ മുമ്പ് പോയത്. അതിനെതിരെ അന്നത്തെ മന്ത്രി രാജഗോപാലായിട്ട് പോയത് അടിച്ച മുറിയിൽ എന്താ പറഞ്ഞോ,
ഞങ്ങൾ പോർത്തിങ്ങനെയൊക്കെ പറയും, നിങ്ങൾ പേടിക്കും, നിങ്ങളുടെ കൂടെ നമ്മളുണ്ടെന്നോ അങ്ങനെ ഒരു രഹസ്യയുടെ വാക്ക് കൊടുത്താൽ പോകുന്നത്. ഇപ്പോൾ എവിടെ പോയിടോ അവരൊക്കെ? ആ സഭയും നേതൃത്വം എവിടെ പോയി? അതാ പറഞ്ഞ, നിങ്ങൾക്ക് ഒളിച്ചു കളിച്ച് കഴിയില്ല, സുതാര്യമായിക്കണം. ഒളിച്ചു കളി പാടില്ല. അങ്ങനെ ഒളിച്ചു കളിച്ച് രണ്ട് രീതിയിൽ പറഞ്ഞ്, തെറ്റായ രീതിയിൽ പറഞ്ഞ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടി എവിടെ നിന്ന്? എനിക്ക് കിട്ടുന്ന മെസ്സേജ് വരുവാണെങ്കിൽ ഞാൻ ബഹുമാനപൂർവ്വം നമ്മുടെ പിണറായി വിജയൻ സഖാവിനോട് പറയണം. സഖാവ് ഒരു പേരും പെരുമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ മൂർത്തിയും ദേശം നിങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് പോവുകയും ചെയ്ത് ആ പേര് കളയിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ മുഖം കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന പുറത്ത് പറഞ്ഞു വരും. നിങ്ങളുടെ മുഖം കാണാൻ ടി വിയിലോ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ അത്ര കണ്ട് അകന്നു പോയി മാനസികമായിട്ട്. അവിടെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 5 വർഷത്തേക്ക്, അതിനുശേഷം ജീവിച്ചിരിക്കുക ചെയ്യട്ടെ, 5 വർഷത്തേക്ക് നിങ്ങൾ പൊതുരംഗത്ത് വരരുത്. ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാനും പറയാണ് വരരുത്. മനസ്സുകൊണ്ട് അത്രയാണ് അകന്നുപോയി, വെറുത്തുപോയി. ഇത്ര ധിക്കാരം അഹങ്കാരം കാണിച്ചൊരു മനുഷ്യൻ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. എന്നിട്ട് ഇപ്പോഴും എല്ലാവരും സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾ പ്രതിപക്ഷമായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു അന്തസ്സുള്ള സഖാവ് കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലോ ഇന്ത്യയിലുണ്ടോ? ബേബി ഉൾപ്പെടെ ഇത് ചോദിക്കുകയാണ്. അന്തസ്സുള്ളതാണെങ്കിൽ ഇത്രയും മോശമായി പ്രവർത്തിച്ച് ജനങ്ങൾ താടിയിട്ട ആളെ വീണ്ടും അധികാര കസേരയിൽ ഇരുത്തിയപ്പോഴേ നിങ്ങൾക്ക് വാസ്തവം തല്ലുകൊള്ളാത്തതുകൊണ്ടല്ലേ? മലയാളികൾ മര്യാദ പിന്നെ മര്യാദ കാണിക്കൊണ്ടല്ലേ? ഇത്രയും വികൃതമായിട്ട് തോറ്റ് 60,000-70,000 വോട്ട് കിട്ടിയ ആൾക്ക് കഷ്ടി ഉരുട്ടി ആദ്യത്തെ 6 ടൈമിൽ തോറ്റുന്ന വിജയൻ പിണറായിക്കെതിരെ കഷ്ടി ജയിച്ചു. അത് ആ ആൾ തന്നെ നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതാവ് എടുത്തപ്പോൾ നിങ്ങൾ വാസ്തവം പറഞ്ഞാൽ നട്ടലുകളുടെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നട്ടലിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ശാരീരികമായിട്ട് പോലും ആക്രമിക്കേണ്ടി വരും. എവിടെയാണ് പൊളിറ്റ് ബ്യൂറോ? നിങ്ങൾക്ക് അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ എന്താ പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞ് അവസാനം വോട്ടിട്ട് പേടിച്ച് 7 ഇതും 10 പിണറായിക്ക് കൊടുത്തല്ലേ? എന്ത് തീവെട്ടിക്കൾ ചെയ്താൽ ജനങ്ങൾ സ്വീകരിക്കുന്നു? അങ്ങനെയൊന്നും വേണ്ട. ജനങ്ങൾ വെറുത്തൊരു സാധനത്തെ ചോദിച്ചാൽ ജൂനിയർ മാൻഡ്രൊക്കെ ഇനി വേണ്ടെന്ന കേരള മലയാളികൾ പറയുന്നു. മലയാളികളാണ്, സഖാക്കളല്ല പറയുന്നത്. സഖാക്കൾക്ക് പല അഭിപ്രായമുണ്ട്, മലയാളികൾ പറയാണ്. അത് സൂക്ഷിക്കണം. ഇതൊക്കെ സതീഷൻജിക്കും ബാധകമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നോക്കണം. മറ്റൊന്ന്, ഇന്ത്യയിൽ BJP ഗവൺമെൻറ് നൂറ്റാണ്ട് പഴക്കമുള്ള സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സ്ഥലനാമങ്ങൾ വെച്ചാൽ മുസ്ലിം സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഹിന്ദുത്വ പേരിൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, പാകിസ്ഥാനിൽ ലാഹോർ ഉൾപ്പെടുന്ന പഞ്ചാബ് മേഖലയിൽ നൂറ്റാണ്ട് പഴക്കമുള്ള പഴയ ഹിന്ദു നാമങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ക ഹിന്ദു നാമങ്ങൾ. എന്തിനാ അവർ പറയുന്നത്? അത് ഹിന്ദു മതത്തോടുള്ള സ്നേഹം കൊണ്ട് വെറുപ്പല്ല, അത് ചരിത്രമാണ്, സംസ്കാരമാണ്. 10,000 മുമ്പുള്ള സംസ്കാരമാണ്. അത് ഞങ്ങൾക്ക് മാറ്റി തെറ്റായിപ്പോയി തോന്നിയിട്ട് ആ മാറ്റി പേര് രേഖാമൂലം മാറ്റിയെങ്കിലും മറ്റേ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും പഴയ പേര് തന്നെയാണ്. അത് ആ വാർത്തകൾക്ക് ശരിയാണെങ്കിൽ, ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് മോശമായിട്ടൊക്കെ പറയാം, ഇന്ത്യയെക്കുറിച്ച് അവിടെയും പറയാം, ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ചരിത്രം തിരിച്ചു കൊടുക്കല്ലേ? അവർ പറഞ്ഞ പോയിന്റ് ആ സാംസ്കാരികമാണത്, ചരിത്രവൈദികമാണ്, പിന്നെ അത് വേണം എന്ന് പഴമയാണ് എന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യയിലോ എൻ്റെ പൊന്ന് BJP നേതാക്കളെ, ഒരു മതവിശ്വാസികളും മറ്റു മതവിശ്വാസിക്കെതിരില്ല, ഒരു മതപുരോഹിതരും മറ്റു മതപുരോഹിതരെതിരില്ല. ഒരു മുസ്ലിങ്ങൾക്ക് അത് ഏകദൈവം, മറ്റുള്ള പല ദൈവങ്ങളുണ്ട്. 38,000 ദൈവങ്ങളുണ്ടല്ലോ, ഹിന്ദു ദൈവം. അതൊക്കെ ഒരു ദൈവവും മറ്റു ദൈവത്തിനും എതിരില്ല. അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ പള്ളിയിൽ 5 മിനിറ്റ് 10 മിനിറ്റ് നമസ്കരിക്കുന്നതിന് തടസ്സം ചെയ്യും. അത് ദുഷ്ടത്തരവും വൈരാഗ്യമല്ലാതെ അത് വലിയ ന്യായീകരണമുണ്ടോ? അത് ഗഡ്ജി പോലെയുള്ള ഉന്നതന്മാർ പറഞ്ഞാൽ നിങ്ങൾ പള്ളി പണിയാൻ അനുവാദം കൊടുത്തില്ല, അപ്പം അവർക്ക് നമസ്കരിക്കണ്ടേ? കൂട്ടുപ്രാർത്ഥന അല്ലാത്ത വീട്ടിൽ വെച്ചാൽ കൂട്ടപ്രാർത്ഥന അതുകൊണ്ട് തെരുവിൽ നിൽക്കാൻ പറ്റില്ല, ഒരു സമയത്ത് ചെയ്യണം. ജുമാ നമസ്കാരം എന്ന് പറഞ്ഞ് ഒരു സമയത്ത് ചെയ്യേണ്ടതാണ്, അത് ഗെട്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് തിരക്കാണി ഗെട്ടാക്കാത്ത യോഗ നടക്കും പോലെയാണോ? അല്ല, അത് ഒറ്റ പ്രാവശ്യം പറ്റുള്ളൂ, 2 പ്രാവശ്യം ആക്കാൻ പറ്റില്ല. അത് ചെയ്തു കൊടുത്തില്ല, എന്നിട്ട് നശിപ്പിക്കുകയാണ്. ഇപ്പം എൻ്റെ മറുവശം എന്നറിയോ?
പെരുന്നാൾ വരെയാണ്, 28-ാം തീയതി വ്യാഴാഴ്ച വലിയ പെരുന്നാൾ ബക്രീദ് വരെയാണ്. ഈദുൽ ഫിത്ർ ബക്രീദ് അറുത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് കേരളത്തിൽ തന്നെ 2000 കോടി രൂപയുടെ അറവ് നടക്കും. 2000 കോടി രൂപയുടെ ഈ അരി തന്നെ വിതരണം ചെറിയ പെരുന്നാൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അതിനേക്കാൾ ഒരു 100 ഇരട്ടികൾ വരും. ഇതെല്ലാം അവരെന്തിലേക്ക് മാറ്റിയറിയോ? ആടിലേക്ക് മാറ്റി. കാരണം പശുവിനെ അറക്കാൻ പാടില്ല, അറക്കുന്നില്ല. പോത്തിനെ കൊണ്ട് അറക്കാൻ പാടില്ല, അതിന് സൗകര്യമില്ല. അപ്പോൾ ഒരു ആടിലേക്ക് മാറ്റി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ, പാവങ്ങൾ, കൃഷിക്കാരെ പോലെ ഈ കന്നുകാലി, അതും കൃഷി തല്ലാണല്ലോ, അവർക്ക് സാധനം പോകുന്നില്ല, വിൽക്കുന്നില്ല. അവർ ആത്മഹത്യ വെക്കത്താണ്. അതിന് പകരം എന്നറിയോ? ഇതെല്ലാം വിൽക്കുന്ന സംഘപരിവാറിൻ്റെ കമ്പനിയാണ് ഇത് വാങ്ങിയത്. 1 ലക്ഷം വിലയുള്ളത് 10,000 രൂപ കൊടുക്കേണ്ടി വരും. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആർക്ക് കേട്ട് പറ്റി? എടോ 80% ഹിന്ദുക്കളാണ് നിങ്ങൾ പറയുന്നു, സമ്മതിച്ചു. പക്ഷെ ആ 80% ഹിന്ദുക്കൾക്കല്ലേ ബാധിക്കുന്നത്, അല്ലെ പാവപ്പെട്ടവർക്കല്ലേ? ഒരു പശുവിനെ വളർത്തി അല്ലെങ്കിൽ ഒരു കാളയെ വളർത്തി വിറ്റ് ജീവിക്കുന്ന ഒരു പണക്കാരാണോ? സാധാരണക്കാരല്ലേ? അവർക്ക് വിൽക്കുന്നില്ല. ഇപ്പോൾ നിരാശയുടെ പക്കത്തും ആത്മഹത്യയുടെ പക്കത്താണ്. ഇത് ഞാൻ കേരളത്തിൽ മുസ്ലിങ്ങളോട് പറഞ്ഞു. അറുത്ത് കൂടെ ഒന്നഹി അത്തെടുത്താക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു പോത്ത് ഒരു 10-70 വയസ്സുള്ള കാക്കാനെ വെട്ടി കാക്ക മരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കളമ്പശ്ശേരി ഭാഗത്ത്. അപ്പോൾ ഞാൻ കണ്ട് ഞങ്ങളുടെ മഹല്ലൂർ മറ്റേ മുസ്ലിം ജമാഅത്ത് കൗൺസിലൊക്കെ പറഞ്ഞു, നിങ്ങൾ ആ കാളയും പോത്തൊക്കെ നിർത്തിയിട്ട് ആടിനെയാക്ക്. അത് ഒതുക്കൊണ്ട് ഒരു പള്ളി മുറ്റത്തൂടെ 100 ആടിനെ അടച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. തന്നെയുമല്ല, പോത്തിറച്ചി കാളിറച്ചിയൊക്കെ ഇപ്പോൾ ആഴ്ചയൊരിക്കലും വാങ്ങിക്കാത്ത ആരാളുള്ളത്. പക്ഷെ ആട്ടിറച്ചി ഇപ്പോഴും ആഴ്ചയിലേക്ക് വാങ്ങിക്കുന്നത് കുറച്ചേ ഉള്ളൂ. അതിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. 1 കിലോ 1/2 കിലോ 1 കിലോ ആട്ടിറച്ചി കിട്ടിയാൽ അത് വലിയ കാര്യമാണ്. ഒതുക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി അടുത്തുള്ള പുതിയ ജുമാ മസ്ജിദിൽ അവർ പിന്നെ ആട കൊടുത്തു 14,000 രൂപ ഒരു ആടിന്. അങ്ങനെ ആണിങ്ങനെ 2 വർഷം പഴക്കമുള്ള ആട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മൂത്താവുള്ളൂ, മീഡിയം വളർത്തും. അങ്ങനെയുള്ള ആട് വിൽക്കുന്ന ഡയറി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ആട് ഗോഡ് ഫാം ഉണ്ട്. അതൊക്കെ അവരല്ലേ? അപ്പോൾ ഉത്തർപ്രദേശിലേക്ക് കന്നുകാലി ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, പള്ളി വരാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർ ആടിലേക്ക് മാറി പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വട്ട് വളർത്തിയ 1,000 കോടിയുടെ ബിസിനസ്, ഇറച്ചി ബിസിനസ് ഇപ്പോൾ അത് കഷ്ടപ്പെടുത്തലാണ്. അത് പാകിസ്ഥാനിൽ പഞ്ചാബിലും ഉള്ള സ്ഥലത്തൊക്കെ പഴയ സ്ഥലനാമങ്ങൾ പുനർജീവിപ്പിക്കുമ്പോൾ ഇവിടെ പഴയത് കളഞ്ഞ് ഹിന്ദുനാമത്തിൽ മാറ്റുന്നു. വൈരുദ്ധ്യം നോക്കുക. ഇതൊക്കെ വൈരുദ്ധ്യമല്ലേ? നമ്മുടെ മെയിൻ അതൊക്കെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞെങ്കിലും അതൊക്കെ വൈരുദ്ധ്യമാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ വിഷയം മലയാള ഭാഷ. ഇന്നൊരാൾ പറഞ്ഞാണല്ലോ എന്നിട്ട് അവതാരമോ അപരാധമോ? അപരാധമാണ്, പരിപ്പിലെ പായാണ്, അതിന് വള്ളിയിലെ വായ, അതുപോലും അറിയില്ല. പായും വായും തമ്മിൽ വ്യത്യാസം അറിയില്ല. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ മലയാളം ചേർത്തുള്ളൂ. മലയാളം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയാത്ത കേട്ടായി. നമ്മുടെ മലയാളികൾ, നമ്മുടെ മാതൃഭാഷ മലയാളം. ആ മലയാളം എന്നൊരു സംസ്കാരമാണത്, ഒരു ഭാഷ മാത്രമല്ല. ആ മലയാള ഭാഷ ഇന്ന് നാശത്തിന് വക്കത്താണ്. പലർക്കും ഇന്ന് സംസാരിക്കറിയില്ല, പലർക്കും ഇത് എഴുതാനറിയില്ല, പലർക്കും പിന്നെ എഴുതാനറിയില്ല, വായിക്കാനും അറിയില്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് കഷായം കൊടുക്കും പോലെ, കയ്പുള്ള കഷായം കൊടുക്കും പോലെ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഭക്ഷണം തിന്നാൻ ചിലത്തെ സ്വാധീനം പോലെ ഇന്ന് മലയാളികളായ പ്രത്യേകിച്ച് ഈ ഇളം തലമുറക്ക് മലയാളം സംസാരിക്കാൻ ഭയങ്കര പാടാണ്, അറിയില്ല. ഇപ്പം ചില ജോലിക്കൊക്കെ പ്രത്യേകം പറയാണ് മലയാളത്തിൽ പ്രാവീണ്യോടെ. പണ്ടൊക്കെ ഇംഗ്ലീഷ് ഹിന്ദിയിൽ പ്രാവീണ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മലയാളത്തിൽ പ്രാവീണ്യം വേണമെന്ന് പറഞ്ഞു തുടങ്ങി. മലയാളം അറിയാത്ത കാര്യമില്ല. അതിനെന്തെങ്കിലും പോവഴിയുണ്ടോ? സതീശൻ സാറേ, നിങ്ങളുടെ മനോധർമ്മത്തിൽ നിങ്ങളുടെ കണക്കൂട്ടലിൽ മലയാളം നശിച്ചുകൊണ്ടിരിക്കുന്ന മലയാള ഭാഷയെ പുനർജീവിപ്പിക്കാൻ, ഇപ്പോൾ മാതൃഭാഷ മലയാളമാക്കണം, അല്ല ഭരണഭാഷ മലയാളമാക്കണം പറഞ്ഞു വെക്കണം. അത് എവിടെ? കാരണം അവർ ഇങ്ങനെ വന്ന് ആ ഇംഗ്ലീഷ് ശൈലി വന്ന് മലയാളം എഴുതാനും പ്രിയാനും വായിക്കാനും പ്രയാസമായിട്ട് അവർ പറഞ്ഞെങ്കിൽ പ്രയോഗത്തിൽ വെച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ മുരളിയോട് മുരളീധരൻ പറയണം. മുരളി സാമർത്ഥ്യത്തിലാത്തൊരു രാഷ്ട്രീയക്കാരാണ്. കർണാടക മകനാണ്. പിന്നെ പത്മജ പോലെ
അത്ര ബുദ്ധിമോശമൊന്നുമില്ല. പത്മജ വേറെ ബുദ്ധിമോശം, വേറെ കുട്ടികളി, ഇനി വീട്ടിൽ അടിക്കൊന്നും ഇരിക്കാന്നല്ല അവർക്കൊക്കെ. അദ്ദേഹം പറഞ്ഞ് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് തുടങ്ങണം, ആവശ്യമാണ്. രണ്ടാമതും മൂന്നാമതും വന്നാലൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇതിൻ്റെ പ്രോട്ടോകോൾ പറയുമ്പോൾ ഗ്രേഡ് അനുസരിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? കാരണം മുരളി സാറേ, 2011 അങ്ങയുടെ നേതാവ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴേ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ട് 2011. ഇവിടെ 15 വർഷമായി. അതൊന്നും നിങ്ങൾക്ക് നടപ്പിക്കാൻ പറ്റും കേരളത്തിൽ? അന്ന് ശിവകുമാർ ഗവൺമെൻറ് വന്ന്, ശിവകുമാർ കാരണം ട്രിവാൻഡ്രത്തെ ചെയ്തില്ല, അയാൾ കൈക്കൂലിമായി പോയി തോന്നി, ഇപ്പം തോറ്റും പോയിരുത്താണ്. പിന്നെ ശൈലജ ടീച്ചർ വന്ന്, പിന്നെ നമ്മുടെ മറ്റേ പെണ്ണുപിള്ള വന്ന്, ഒന്നും അതിനെക്കുറിച്ച് മണിയില്ല. കാരണം എന്താണ്, അവരൊക്കെ ആൾക്കാരാണ് 90% ഹോസ്പിറ്റലിൽ. ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ വാസം നമ്മൾ അമ്പരന്ന് പോയല്ല, ചത്തുപോകും, ഹൃദയം പൊട്ടി. അത്ര അനീതിയാണ് എല്ലാത്തിലും, ഒന്നാമത് എല്ലാത്തിലും. ഇപ്പം ചികിത്സ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രോഗി അല്ലല്ലോ കാണുന്നത്, മെഷീനിൽ കെട്ടിയിട്ട് മെഷീൻ പറയുന്നതാണ്, ഡോക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ ഒരു കുഞ്ഞായ്മയിൽ പിന്നെ മറ്റേ ഒരു പുരോഹിതൻ്റെ കാര്യം പറയാം. ഞങ്ങൾ രോഗചികിത്സയെക്കുറിച്ച് സിമ്പിളായിട്ട് മോയിൻകുട്ടി വൈദ്യർ ഇത് പല മലയാള മാപ്പിള സാഹിത്യകാരൊക്കെ വലിയ ഹാസ്യസാമടക്കൾ. ഈ മോയിൻകുട്ടി വൈദ്യർ ഒരു മലബാർ ഭാഗത്ത് ഒരു സ്ത്രീക്ക് അസുഖം വന്നു, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. ഒരു ഉന്നത കുല ജാതിയാണ്, അത് സമ്പന്ന കുടുംബത്തിലാണ്. അവസാനം വൈദ്യർ കൊണ്ടുവരാൻ പറഞ്ഞു. വൈദ്യർ വന്നപ്പോൾ അവർക്ക് പഴയ രീതി അനുസരിച്ച് അന്യപുരുഷന്മാർ അന്യ സ്ത്രീയിൽ നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യും? ആ ബുദ്ധിമാനായ വൈദ്യർ ഒരു വലിയ നീളമുള്ള കയറ് കൊണ്ടുവരാൻ പറഞ്ഞു. കയറ് കൊണ്ട് ഈ രോഗിയുടെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞിട്ട് മറ്റേ പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ വരാന്തിലിരിക്കുന്ന പിന്നെ അദ്ദേഹത്തെ കൈ കൊടുത്തു. അപ്പോൾ ഒരു കയറിൻ്റെ ഒരറ്റം ആരുടെ കയ്യിലാണ്? രോഗിയുടെ കയ്യിൽ. മറ്റൊരറ്റം പിന്നെ ഈ വൈദ്യരുടെ കയ്യിലും. അങ്ങനെ വൈദ്യർ അതിൻ്റെ ശബ്ദത്തിൻ്റെ പിന്നെ തരംഗങ്ങൾ നോക്കി, അല്ലെങ്കിൽ നാടി പിടിപ്പൊക്കെ നോക്കി രോഗം കണ്ടുപിടിക്കാം. അങ്ങനെ പിടിച്ച് ഇതേ നോക്കി കുറച്ച് നോക്കി ഈ രോഗി മരിച്ചു പോയിന്ന്. എന്താ അത്? ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ഈ സ്ത്രീ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി കയ്യിൽ പിടിക്കാതെ കട്ടിലയിൽ കെട്ടി. കട്ടിൽ മരമാണല്ലോ, മരം ചത്തുവീതാണല്ലോ, അത് കണ്ടാണ് പുള്ളി പറഞ്ഞത് മരിച്ചു തോന്നിയത്. അപ്പോൾ അത്ര വിദഗ്ധന്മാരുണ്ടായിരുന്നു. അത്ര വിദഗ്ധന്മാരുണ്ടായിരുന്നു മാത്രം വേറെ ഒരു 2 ചെറിയ സംഭവം പറഞ്ഞാൽ നിർത്താം. ഒന്ന്, ഒരു സ്ത്രീ ഇതുപോലെ വീട് കൈ ഇങ്ങനെ ഒടിഞ്ഞ്, കൈ പൊങ്ങിയ പൊക്കം വല്ല ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൈ താഴെ ഇട്ടാലാണ് ചികിത്സിക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ഈ സ്ത്രീ സമ്മതിക്കുള്ള വേദന കൊണ്ട്. അങ്ങനെ മിടുക്കനായ ഒരു ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, വൈദ്യരാണ് ഡോക്ടർ, വൈദ്യർ പറഞ്ഞ് നേരത്തെ പറഞ്ഞേൽപ്പിച്ച് ആളുകൾക്ക് സദസ്സിലേക്ക് ഇടത് കൈയാണ് ഈ പെണ്ണിൻ്റെ ഒടിഞ്ഞിരിക്കുക, വലത് കൈയിൽ ബലമായിട്ട് പിടിച്ചുകൊണ്ട് ഭർത്താവിനോട് സദസ്സിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, നടത്തിക്കൊണ്ടാൻ പറഞ്ഞു. വൈദ്യർ ചെന്നിട്ട് ഉടനെ സാരി കുത്തിന് പിടിച്ചു. ഒരു പെണ്ണിൻ്റെ സാരി കുത്തിന് സദസ്സിൽ വെച്ച് പിടിച്ചാൽ ജീവൻ്റെ അവൾ സമ്മതിക്കുമോ? അവൾ അറിയാതെ കൈ ഈ നിവത്തെ കൈ കൊടുത്ത് അടഞ്ഞിങ്ങനെ. അപ്പോൾ കൈ താഴെ വീണ്. ഇത് നേരത്തെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ തല്ലോളൂല്ലേ. പിന്നെ ചികിത്സ നടത്തി. അതൊക്കെ യുക്തിയാണ്, ബുദ്ധിയാണ്. ഒരു പോയിന്റ് കൂടി വടക്കേ രീതിയിൽ ഒരു ദളിത് പുലയ വൈദ്യരാണ്. ഒരു സ്ത്രീ പ്രസവിക്കാൻ കാലത്ത് എപ്പോഴും കുഞ്ഞിൻ്റെ വിരൽ പുറത്തേക്ക് വന്നു. അന്ന് ഇന്നത്തെ പോലെ ഹോസ്പിറ്റൽ സൗകര്യമൊന്നുമില്ലല്ലോ. ഈ വിരൽ ഒരുമിച്ച് വരാണെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വിരലത് പിന്നെ മറ്റൊരു തടഞ്ഞു നിൽക്കില്ലേ, വലിച്ചെടുക്കാൻ പറ്റുമോ? ഒടിഞ്ഞു പോവില്ലേ, കുഞ്ഞല്ലേ. പലരും കഷ്ടപ്പെട്ട് ആകെ ആപത്ത്. ഞാൻ ചുരുക്കി വലിയ സംഭവം ചുരുക്കി പറയണം. അപ്പോൾ ഈ പുലയം വൈദ്യർ വന്നിട്ട് പറഞ്ഞ് ഒരു ഈർക്കിലി, പച്ച ഈർക്കിലി കൊണ്ടുവരാൻ മതി, ചീമ്പി ശരിയാക്കിയിട്ട് എണ്ണ പുരട്ടി അതിൻ്റെ തുമ്പൊന്ന് ശരിക്കും ചൂടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളി ആ ഈർക്കിൽ കൊണ്ടിട്ട് ഈ പുറത്തേക്ക് ഇരിക്കാനുള്ള കുഞ്ഞിൻ്റെ ഒരു കയ്യെ ഒരു വിരൽ, ആ വിരലിൽ ഒന്ന് ടച്ച് ചെയ്ത് പെട്ടെന്ന് കുഞ്ഞാണെങ്കിലും ബോധമില്ല, ജീവനുള്ളതല്ലേ, അറിയാതെ കൈ വലിച്ചകത്തേക്ക്, കൈ വലിച്ചോടി പിന്നെ സാധാരണ ഇതിൽ പ്രസവിച്ചു. അങ്ങനെ അതൊക്കെ യുക്തിയാണ്, വേറൊരു പിടിയൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ഭാഷയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് മാത്രമല്ല,
നമ്മുടെ മുരളി ജഡ്ജി മന്ത്രിയോട് പറയുന്നത് ആ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഉണ്ട്, അതൊന്നും നടപ്പിലാക്കി എന്താണെന്ന് ഞാൻ വിഷയം വലിയ പരിപാടിയാണ്, അല്ലേ ഒന്ന് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.